ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ച അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ മാത്രമായിട്ട് കുറയ്ക്കുന്നില്ല, നമ്മുടെ വഴിയും കൂടെ ഒരു PR ലിസ്റ്റ് ആവാം, സോറി പ്രൊഡിക്ഷൻ ലിസ്റ്റ് ആവാം. അപ്പൊ കഴിഞ്ഞ 2 സീസണിൽ പറഞ്ഞ പോലെ തന്നെ ഈ സീസണും അത്ര കണ്ട് എളുപ്പമില്ല. നല്ലതെന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവിധ ഇടി വെട്ടുപോത്തിന് ശേഷം ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ ആവാൻ സാധ്യതയുള്ളത് PR മോളാണ്. കഴിഞ്ഞ സീസണിൽ ജിൻഡോ ടൈറ്റിൽ അടിച്ച പോലെയായിരിക്കും ഈ സീസണിൽ PR അനുമോൾ ടൈറ്റിൽ അടിക്കാൻ പോകുന്നത്. കാരണം അമ്മാതിരി PR ആണ് പുള്ളിക്കാരി കൊടുത്തിരിക്കുന്നത്. പുള്ളിക്കാരി ഇരുന്നാലും കിടന്നാലും കരഞ്ഞാലും പോലും പുള്ളിക്കാരിയുടെ റീച്ച്. കണ്ടസ്റ്റന്റ് നമ്പർ 2 സെക്കൻഡ് പൊസിഷനിൽ എത്താൻ അല്ലെങ്കിൽ റണ്ണറപ്പ് ആവാൻ സാധ്യതയുള്ളത് ഒബ്വിയസ്ലി കുറെ പേർക്ക് അറിയുണ്ടാവും. കോമൺ ഡ്രൈവ് വന്ന് ആദ്യം എല്ലാവരും വെറുപ്പിച്ച് പിന്നെ എല്ലാവരും കയ്യിലെടുത്ത മിസ്റ്റർ അനീഷ് ഫ്രം കോടഞ്ചൂരായിരിക്കും. പുള്ളിക്കാരൻ സ്ട്രാറ്റജിക് തിയററ്റിക്കൽ ഗെയിമറാണ്. അനുമോളുടെ കയ്യിൽ നിന്ന് പുള്ളിക്കാരൻ ടൈറ്റിൽ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സാധ്യതയില്ല. കാരണം ബിഗ് ബോസിന്റെ ഒരു ചരിത്രം അനുസരിച്ച് അല്ല, ഏഷ്യനെറ്റിന്റെ ഒരു ചരിത്രം അനുസരിച്ച് പുള്ളിക്കാരൻ ആസ് എ കോമണർ അത് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഈ സീസണിൽ ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് കിട്ടാൻ അടുത്ത തേർഡ് പൊസിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് റണ്ണറപ്പ് ആവാൻ സാധ്യതയുള്ളത് കുങ്കുമപ്പൂവിന്റെ സ്വന്തം രുദ്രേട്ടനായിരിക്കും. ഷാനവാസിനെ പറ്റി പറയുകയാണെങ്കിൽ സെക്കൻഡ് തേർഡ് വീക്ക് ഒക്കെ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനെ ടൈറ്റിൽ കൊണ്ടുവന്നു. കാരണം പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ആയിരുന്നു, നല്ല ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു, ഫാമിലി ഓഡിയൻസിന്റെ വോട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഒരു അച്ഛൻ റോൾ അല്ലെങ്കിൽ കെയറിംഗ് ആയിട്ട് ഈ റോൾ പുള്ളിക്കാരൻ സ്വീകരിച്ചപ്പോൾ പുള്ളിക്കാരൻ ഗ്രാഫ് പുള്ളിക്കാരന് വയ്യ, കുറെ അസുഖങ്ങളുണ്ട്, അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പുള്ളിക്കാരൻ. ഫോർത്ത് പൊസിഷനിൽ ഇന്നലെ ആദില എവിക്ട് ആയതോട് തന്നെ ആദിലയുടെ സ്വന്തം ന്യൂറ തന്നെയായിരിക്കും. ന്യൂറ ഇസ് എ ഗുഡ് ഗെയിമർ, ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ് ന്യൂറ. പുള്ളിക്കാരിക്ക് പിന്നെ അത്യാവശ്യം നല്ല ക്യൂട്ട്നെസ് ഉള്ളത് കാരണം തന്നെ പുള്ളിക്കാരി അങ്ങനെ കയറിപ്പോയി. പിന്നെ ആദ്രി നൂറിയും ഒറ്റ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ, സ്റ്റാർട്ടിംഗുള്ള പോലെ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ മേ ബി അവിടെ ഒരു സെക്കൻഡ് പൊസിഷൻ വരെ എത്തിയേനെ. ഫസ്റ്റ് അടിക്കാൻ സാധ്യതയില്ല, ബട്ട് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ വരെ രണ്ടുപേരും എത്തിയേനെ. ഫിഫ്ത്തും സിക്സ്തും പൊസിഷനിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ ഫിഫ്ത് പൊസിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് സ്റ്റാർ സിംഗറിന്റെ സ്വന്തം മാൻഡ്രേക്ക് അക്ബറിനായിരിക്കും. അക്ബറിനെ മാൻഡ്രേക്കിൽ വിളിക്കാൻ കാര്യം പുള്ളിക്കാരനോട് ആരും സംസാരിച്ചാലും അവൻ അടുത്താഴ്ച എലിമിനേറ്റഡ് ആണ്. പുള്ളിക്കാരനോട് ആരാണ് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത്? എലിമിനേറ്റഡ് ആണ്. പുള്ളിക്കാരൻ ഒരു മാൻഡ്രേക്ക് സംഭവം ഉണ്ട് ഒബ്വിയസ്ലി. ഇനി സിക്സ്ത് പൊസിഷനിൽ ബിഗ് ബോസിന്റെ ചുറ്റുമണിയായ നിവിൻ തന്നെയായിരിക്കും. പുള്ളിക്കാരന്റെ ആ ഫൺ ഫാക്ടർ ദാറ്റ് ഈസ് വെരി ഡിഫറെന്റ്. ഈ സീസണിൽ പുള്ളിക്കാരൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു വൈബ് കിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫുഡിന്റെ രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അയ്യോ ഒന്നും പറയാനില്ല. ആൻഡ് പുള്ളിക്കാരനെ പോലത്തെ ഒരു ക്യാരക്ടർ ബിഗ് ബോസ് മലയാളം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ ഒരു 7-8 വീക്കിലൊക്കെ ഔട്ടായി പോകുന്നതാണ്. ബട്ട് പുള്ളിക്കാരന് മലയാളം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തു. ദാറ്റ് ഇസ്